ഒന്ന് നിന്നെ. അല്ല, എന്നോടാണോ? കണ്ടിട്ടും കാണാതെ പോയാ എനിക്ക് നിന്നെ മനസ്സിലാവില്ലെന്ന് കരുതിയോ? നിന്റെ ഈ കറുത്ത വസ്ത്രം ഞാൻ ഒരിക്കലും മറക്കില്ല. കുട്ടിക്ക് ആള് മാറിപ്പോയതാന്ന് തോന്നുന്നു. എനിക്ക് ആള് മാറിയിട്ടൊന്നും ഇല്ല. രാത്രിയില് പ്രേതം പോലെ വന്ന് എന്നെ പേടിപ്പിച്ചിട്ട് നല്ല കുട്ടിയായിട്ട് അഭിനയിക്കുന്ന കണ്ടോ? ഇവളുടെ തലയ്ക്ക് നല്ല സുഖമില്ലാന്ന് തോന്നുന്നു. തലയ്ക്ക് സുഖമില്ലാത്തവരോട് സംസാരിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. നിക്കടി അവിടെ. മാപ്പ് പറ. എന്തിനാ നിങ്ങൾ രണ്ടും കൂടി ഇവിടെ കിടന്ന് ഒച്ച എടുക്കുന്നത്? ഇങ്ങനെ തല്ലും ബഹളം ഉണ്ടാക്കാൻ ഇതെന്താ മാർക്കറ്റാണോ? ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല മാം. ഞാൻ കോളേജിൽ നിന്ന് വരികയായിരുന്നു. റൂമിലോട്ട് പോകുന്ന വഴി എന്നെ ഇവള് പിടിച്ചു നിർത്തി വഴക്കിടാൻ തുടങ്ങി. പാർവതി, ആയിഷ നിന്നെ പേടിപ്പിച്ചു എന്ന് നീ മാത്രം പറയുന്നത് വിശ്വസിച്ച് എനിക്ക് ഇവളുടെ മേൽ ആക്ഷൻ എടുക്കാൻ കഴിയില്ല. നീ പറയുന്നത് സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെടണം. ആയിഷ നിന്നെ പേടിപ്പിച്ചതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഈ കറുത്ത ഡ്രസ്സ് തന്നെയാ ഇവളിട്ടിരുന്നത്. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലെന്നാണോ നിന്റെ വിചാരം? വേറെ പണിയുള്ളവര് ഈ പണിക്ക് ഇറങ്ങുവോ? ചോദ്യം ചെയ്യാനും ശിക്ഷിക്കാനും ഞാൻ ഇവിടെയുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് പോലും കണക്കാക്കാതെ പരസ്പരം കടിച്ചു കീറുന്ന നിങ്ങളാണോ നല്ല കുട്ടികൾ? ഞാൻ പറഞ്ഞു തീരും വരെ നിങ്ങൾ രണ്ടുപേരും ഒരു അക്ഷരം മിണ്ടരുത്.